എൻ്റെ അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത മാനേജ്മെൻറ്റിലാണ്. അതുകൊണ്ട് 1 മണിക്കൂർ കൊണ്ട് പറയേണ്ട സംഗതി ഞാൻ 5 മിനിറ്റിലേക്ക് ചുരുക്കുകയാണ്. ക്യാപ്സ്യൂൾ പരിപാടികളാണ്. സഭയുടെ ലീഡർഷിപ്പിനെ കുറിച്ച് എന്ത് തരത്തിൽ എഫക്റ്റീവ് ലീഡർഷിപ്പ് എന്നുള്ളത് ഈ ഓർഗനൈസേഷൻ്റെ ചില വശങ്ങൾ മാത്രമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് ഈ ഓറിയന്റേഷൻ, സഭയുടെ ലീഡർഷിപ്പിന്റെ ഓറിയന്റേഷനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് അടുത്ത കാലത്ത് മാറിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ സഭ അല്ലെങ്കിൽ ഓറിയന്റേഷൻ കുർബാന സെന്ററാണ്. സാക്രമെന്റൽ സെന്ററെന്ന് പോലും ഞാൻ പറയുക. മറ്റു സാക്രമെന്റുകളൊക്കെ കുർബാനയിലേക്ക് ഒരുക്കുന്ന ഇതായിട്ടാണ് ഞാൻ കാണുന്നത്. വൈദിക വിദ്യാഭ്യാസം നൽകുന്നത് എന്താണ് കുർബാനയെ ചൊല്ലുന്നതെന്ന് പറഞ്ഞ് മനസ്സിലാക്കാനും ചൊല്ലുന്നയാൾക്ക് മനസ്സിലാക്കാനുമാണ്. സൺഡേ സ്കൂളും അല്ലെങ്കിൽ ആളുകളെ എന്താണ് കുർബാനയെന്ന് പഠിപ്പിക്കാനാണ്. ആ ഓറിയന്റേഷൻ ആ അർത്ഥത്തിലാണ് മലങ്കര സഭയുടെ ഓറിയന്റേഷൻ ഞാൻ വിശ്വസിക്കുന്നത്. മലങ്കര സഭയുടെ ഓറിയന്റേഷൻ കുർബാന സെന്റേഡാണ്. സെമിനാരി സ്ഥാപിച്ചത് പോലും യൂണിഫോം ലിറ്റർജി ഉണ്ടാക്കാനായിട്ടാണ്, വേറെ വലിയ ആരെയും കുറിച്ചൊന്നും ചെയ്യാനാണ്. ഇന്ന് ഈ സാക്രമെന്റിലെ കുർബാന സെന്റേഡ് എന്ന് ആയിരുന്ന മലങ്കര സഭയുടെ ഓറിയന്റേഷൻ പ്രീസ്റ്റ് സെന്റേഡായിട്ട് മാറി, അച്ഛൻ സെന്റേഡായിട്ട് മാറി. അച്ഛൻ്റെ കവറ്, അച്ഛൻ്റെ കാപ്പി, അച്ഛനുള്ള മൈക്ക്, അച്ഛനുള്ള മിക്സറ്, അച്ഛനുള്ള AC, ഇതിനൊക്കെ വേണ്ടി മാത്രം നടത്തുന്ന ഒരു പ്രസ്ഥാനമായിട്ട് പള്ളി മാറിപ്പോയി. അല്ലെ, അങ്ങനെ ചിന്തിക്കുന്നവരാണ് അച്ഛന്മാർ ഭൂരിപക്ഷവും നടക്കുമ്പോൾ. അതിന്റെ അടിസ്ഥാന കാര്യം അവരുടെ ഓറിയന്റേഷൻ തെറ്റിപ്പോയി. ഓറിയന്റേഷൻ ആരാ കൊടുക്കേണ്ടതെന്ന് ഞാൻ പറയുന്നില്ല. 2, ഒബീഡിയൻസ്, വിധേയത്വം. ആരോടാണ് ലീഡർഷിപ്പിൽ വിധേയത്വം? നമ്മൾ പലതരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടി, ഇതൊക്കെ നിങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ കമ്പയർ ചെയ്താൽ മതി. വിധേയത്വം ആരോടാണ്? ഇന്ന് ഭൂരിപക്ഷം ഇറങ്ങുന്ന ടീച്ചർ പറഞ്ഞതിനേക്കാൾ ഒരു 10 വയസ്സ് വരെ കൂട്ടി വെക്കാണ് 40 വയസ്സ് വരെയുള്ള അച്ഛന്മാർക്ക് ഓറിയന്റേഷൻ വിധേയത്വം എന്ന് പറയുന്ന പാഠം കൊടുക്കുന്ന എത്ര ആളോട് മാത്രമേ ഉള്ളൂ. ആ ആൾ എന്ത് ചെയ്യുന്നു, അല്ലെ ആളെന്ന് പറയുന്നത് ചെയ്യുന്നു. സഭയുടെ നിയമം ഒന്നും വിഷയമല്ല. അങ്ങനെയാണെങ്കിൽ ബഹുമാനപ്പെട്ട KM ജോർജത്തിന് യൗപചേതനപട്ടം കൊടുത്ത ആർട്ടിസ്റ്റ് വിജയൻ ബാബ, ശംശോനപട്ടം കൊടുത്ത ഒസ്താദ് സിനിമേരി, കത്തനാര് പട്ടം കൊടുത്ത വട്ടക്കുന്നേ ബാബ, ഇവരെല്ലാം കാലം ചെയ്യും. അപ്പൊ അതിനിപ്പോ ആരോടും വിധേയത്വം വേണ്ടെന്നാണ്. വിധേയത്വം വ്യക്തിയോടല്ല, സഭയോടാണ്, സിംഹാസനത്തോടാണ്, അല്ലെങ്കിൽ എപ്പിസ്കോപ്പായുടെ സിംഹാസനത്തോടാണ്. ഈ സംവിധാനത്തിലേക്ക് വരാത്ത, ഈ സംവിധാനത്തിൽ നിന്ന് തകർന്നു പോയത് കൊണ്ടാണ് കഴിഞ്ഞ ദിവസം ജീപ്പിന്റെ മുമ്പിൽ കയറി നിന്ന് ഒരു അച്ഛൻ തുള്ളുന്ന പണം മാധ്യമങ്ങളിൽ വന്നു മലങ്കര സഭ മുഴുവൻ അപഹാസ്യരാക്കി വന്നു. 4ാമതായി, മാനേജർ ഈസ് എ പേഴ്സൺ ഹു ഈസ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ബൈ അതേഴ്സ്. കഴിവുള്ളവരുടെ കഴിവിനെ ഓർഗനൈസേഷന്റെ കോമൺ ഗോളിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഒരു മാനേജറുടെ കഴിവ്. അടിസ്ഥാനപരമായ ഒരു എപ്പിസ്കോപ്പൽ സഭ എന്നുള്ള നിലയിൽ ഇവിടുത്തെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് പ്രീസ്റ്റ്ലി ഓർഡേഴ്സിൽ സെന്റർ ചെയ്തിരിക്കുന്നതാണ്. അവിടെ ഈ പറയുന്ന ഗെറ്റിംഗ് തിങ്സ് ഡൺ ബൈ അതേഴ്സ്, കഴിവുള്ള മറ്റുള്ളവരുടെ കഴിവുകളെ ഉപയോഗിക്കുന്നുണ്ടോ? കുറെ നാൾ മുമ്പ് ബെന്തിക്കോസ് ഭാഷയുടെ ഒരു ലേഖനം ഞാൻ വായിച്ചു. ബെന്തിക്കോസുകാരൻ എഴുതിയിരിക്കുന്ന നിങ്ങൾ സംഗതി സത്യമാണ്. ബെന്തിക്കോസുകാർക്ക് മറ്റ് പരമ്പരാഗത സഭകളിലെ പൗരോഹിത്യത്തെ നിഷേധിച്ചിറങ്ങി വന്നവരാണ്. എന്ത് വ്യത്യാസമുണ്ട്? പ്രാർത്ഥന തുടങ്ങുന്നത് പാസ്റ്റർ, കർത്തൃദർശ നടത്തുന്നതും പാസ്റ്റർ, പാട്ട് തുടങ്ങുന്നതും പാസ്റ്റർ, വേദം വായിക്കുന്നതും പാസ്റ്റർ, അനൗൺസ്മെന്റ് നടത്തുന്നതും പാസ്റ്റർ, കൈമുത്ത് കാണിക ശേഖരിക്കുന്നതും പാസ്റ്റർ, ആശീർവാദം പറയുന്നതും പാസ്റ്റർ. എന്താണ് വ്യത്യാസം? എത്ര സ്ഥലത്ത് ഗെറ്റിംഗ് തിങ്സ് ഡൺ ബൈ അത്? അതിനൊരു നല്ല ഉദാഹരണം പറയാം. വട്ടക്കുന്നേ ബാബ സ്വന്തമായി ഒരു സ്ഥാപനം പോലും സ്ഥാപിച്ചിട്ടില്ല. പക്ഷെ സഭയ്ക്ക് ക്രിയാത്മകമായി ഇന്നും പ്രയോജനമുണ്ടാക്കുന്ന അനേക സ്ഥാപനങ്ങൾ അദ്ദേഹത്തിന്റെ കാലത്താണ് സ്ഥാപിക്കപ്പെട്ടത്. കഴിവുള്ളവർക്ക് കഴിവുള്ളവരെ ചെയ്തോളാൻ പറഞ്ഞു, അനുവാദം കൊടുത്തു, പ്രോത്സാഹിപ്പിച്ചു. ഗെറ്റിംഗ് തിങ്സ് ഡൺ ബൈ അതേഴ്സ്. അല്ലാതെ ഞാൻ സ്ഥാപിച്ചു എന്ന് എഴുതി നോക്കിയാൽ സഭ ഇന്നും അതിന്റെ എന്ന് വെച്ച് മാറി നീക്കുക മാത്രമല്ല, അതിന്റെ മറുവശത്തെ ഉദാഹരണം പുത്തങ്കാവി കൊച്ചുതിരുമേനി. അന്നത്തെ കാലത്തെ MA BD-ക്കാര് മാക്കാങ്കുന്നിന്റെ മുകളിൽ കിളച്ച് കല്ല് നിരത്തിയാണ് ആ സ്ഥാപനം അവിടെ ഉണ്ടാക്കിയത്. സ്വന്തമായിട്ട് കിളച്ച്. ഇദ്ദേഹത്തിനൊന്നും ദോഷം വന്നില്ല. അവസാനമായിട്ട് ഈ നമ്മളൊക്കെ കുഞ്ചുനമ്പ്യാരുടെ ആശാൻ അക്ഷരം 1 പിഴച്ചാൽ 51 പിഴയ്ക്ക് ശിഷ്യനെന്ന്
പാടാറുണ്ട്. അതിന് മുമ്പത്തെ 2 ലൈൻ ആരും ശ്രദ്ധിച്ചിട്ടില്ല. നിന്നോദിക്കുവാൻ മുള്ളും നേരം മരം നേറി ഉണ്ണികൾ മരമേറിയിട്ടും മുള്ളും. നിന്നോദിക്കുവാൻ മുള്ളും നേരം ഉണ്ണികൾ മരമേറിയിട്ടും മുള്ളും. ഓദിക്കുവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്പൂതിരിമാരുടെ ഗുരുക്കന്മാരാണ്. അവരെ സംബന്ധിച്ചോളം മൂത്രം ഒഴിക്കുമ്പോൾ പുരുഷന്മാർ ഇരുന്ന് മൂത്രം ഒഴിക്കണം, അല്ലെങ്കിൽ ശിക്ഷയുണ്ട്. ഇപ്പം മോദിക്കുമ്പോൾ നിന്നുകൊണ്ട് കൂടിയ ഉണ്ണികൾ ഒരു ചുണ്ണികൾ മരത്തിന് മുകളിൽ കയറുന്നു. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഒരു കാഴ്ചപ്പാട് ഓറിയന്റേഷനിൽ മാറ്റം വരാതെ ഇതിനായി ലീഡർഷിപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിൽ ഒരർത്ഥവുമില്ല. ആ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. 1/2 മിനിറ്റ്. ഞാൻ മലങ്കര സഭയിൽ ഇന്ന് മേഴ്സി കൊല്ലമ്മ ഫുൾ ടൈം പഠിപ്പിക്കുന്ന ഒഴികെ സെമിനാരിൽ പേരിനെങ്കിലും പഠിപ്പിക്കുന്ന ഏക അവൈദികനാണ്. സത്യത്തിൽ എനിക്ക് സെമിനാരി പഠിക്കുന്നവരോട് സഹതാപം. രാവിലെ 4:00 എഴുന്നേറ്റ് ലിയോ നമസ്കാരം തുടങ്ങി രാത്രി 9:30 സൂത്രാടനം ഈ സഭയുടെ സാക്രമണ രോഗികളായിട്ടുള്ള GST വഴികയും കൂടുന്നുകൂടെ ഇരട്ടിപ്പണിയായിട്ട് പോലെ ചാപ്പറോടെ പഠിക്കുന്നു. സെറാപ്പു സിലബസ്. അവരാണ് സഭയുടെ ഓറിയന്റേഷൻ നശിപ്പിച്ചത്. സാക്രമെന്റ് സഞ്ചാരം നമ്മൾ മാറ്റിയത്. ഇനി അത് ചുമക്കണോ? സിറാമ്പൂർ എഴുതിയ കടലാസിന്റെ വില പോലും ഇല്ലാത്ത ആ സാധനത്തിന് വേണ്ടി ഇവരെ ശിക്ഷിക്കണം. കാരണം ആ ട്രെയിനിങ്ങിന് ഒരു പ്രശ്നമുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് പോലീസ് അക്കാഡമിയിൽ നിന്ന് ട്രെയിനിങ് തീരാൻ 1 മാസം കൂടെ ഉള്ള ഒരാളുമായിട്ട് സംസാരിച്ച എൻ്റെ ഒരു സുഹൃത്താണ്. ഇപ്പൊ പറഞ്ഞു, എൻ്റെ പൊന്ന് സാറെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണം 6 കിട്ടിയാലും 2 എണ്ണം കൊടുക്കാൻ. കാര്യം ഈ പറഞ്ഞ പോലെ 4 മണിക്ക് എഴുന്നേറ്റ് PT തുടങ്ങി രാത്രി 11 മണി വരെ ആഴ്ചയിൽ 7 ദിവസവും ഈ പീഡന സഹിക്കാൻ വരാതെ ഇങ്ങോട്ട് ഇറങ്ങുന്നു, തല്ലിപ്പോവും. അതുകൊണ്ടാണ് ഈ സാധാരണ ഗതിയിൽ റയറ്റൊക്കെ വരുന്നത് AR ക്യാമ്പിൽ കിടക്കുന്ന ഇമ്മീഡിയറ്റ് ആയിട്ട് പോലീസ് അക്കാഡമിയിൽ നിന്ന് ഇറങ്ങിയ പിള്ളേരെ ഇറക്കി വിടുന്നത് അവന്റെ കാര്യം മുഴുവൻ അവിടെയാണ്. ഇതൊന്ന് താരതമ്യം ചെയ്യുക. ബാക്കി ചർച്ച ചെയ്തോളൂ. താങ്ക് യു.